തന്റെ 6-ാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടു. 16-ാം വയസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. 17 വയസ്സാകുമ്പോഴേക്കും 4 ജോലികൾ നഷ്ടപ്പെട്ടു. 18-ാം വയസ്സിൽ വിവാഹിതനായി. 18 മുതൽ 22 വയസ്സുവരെ റെയിൽവേയിൽ ജോലി. പക്ഷേ പരാജിതനായി പടിയിറങ്ങി. പിന്നീട് പട്ടാളത്തിൽ ചേർന്നെങ്കിലും അവിടെ നിന്നും പുറത്താക്കപ്പെട്ടു. നിയമ പഠനത്തിനായി ശ്രമിച്ചു. പക്ഷേ അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ ഇൻഷുറൻസ് സെയിൽസ്മാനായി. എങ്കിൽ അതിലും പരാജിതനായി. 19-ാം വയസ്സിൽ അച്ഛനായി. സാമ്പത്തിക ഞെരുക്കം കാരണം 20-ാം വയസ്സിൽ ഭാര്യ ഉപേക്ഷിച്ചുപോയി. കൂടെ മകളെയും നഷ്ടമായി. പിന്നീട് ചെറിയൊരു കോഫി ഷോപ്പിൽ പാചകക്കാരനായി പാത്രം കഴുകലും, അങ്ങനെ ഇരട്ട വേഷം. അതിനിടയിൽ മകളെ ഭാര്യയിൽ നിന്ന് വിട്ടുകിട്ടാൻ ശ്രമിച്ചെങ്കിലും അവിടെയും പരാജയപ്പെട്ടു. പക്ഷേ ഏറെക്കാലത്തെ ശ്രമങ്ങൾക്കൊടുവിൽ ഭാര്യയെ തിരിച്ചെടുത്തു. വളരെ തുച്ഛമായ വേതനം മാത്രം കൈപ്പറ്റി വർഷങ്ങൾ നീണ്ട കോഫി ഷോപ്പിലെ ജോലിയിൽ നിന്ന് തന്റെ 65-ാം വയസ്സിൽ അദ്ദേഹം വിരമിച്ചു. $105 വിരമിച്ചപ്പോൾ ആകെ കിട്ടിയത്. തുച്ഛമായ ആ തുകയുടെ ചെക്ക് കണ്ടപ്പോൾ തന്റെ പ്രവർത്തനത്തിൽ തൃപ്തനല്ലെന്ന നിരാശാബോധത്താൽ താൻ ഒരു പരാജിതനാണെന്ന് തീരുമാനിച്ചു. ആത്മഹത്യക്കൊരുങ്ങി. ഒരു മരച്ചുവട്ടിൽ ഇരുന്ന് വിൽപത്രത്തിനു പകരം ജീവിതത്തിൽ എന്ത് നേടിയെന്ന് കുറിക്കാൻ തുടങ്ങി. പക്ഷേ നേടിയതിനേക്കാൾ ജീവിതത്തിൽ ഇനിയും ഏറെ നേടാനുണ്ട് എന്ന തിരിച്ചറിയൽ ആത്മഹത്യാശ്രമം ഉപേക്ഷിച്ചു. തനിക്ക് മറ്റാരേക്കാളും നന്നായി പാചകം ചെയ്യാൻ പറ്റുമെന്ന് സ്വയം വിശ്വസിച്ചു. $105 ചെക്ക് പണയം വെച്ചു. $87 വാങ്ങി. ആ തുകയ്ക്ക് കുറച്ചു ചിക്കൻ വാങ്ങി. തനിക്കറിയാവുന്ന പ്രത്യേക മസാലക്കൂട്ട് ചേർത്തു ഫ്രൈ ചെയ്തു. തന്റെ നാടായ കെൻറ്റുക്കയിലുള്ള വീടുകൾ തോറും വിൽപ്പന തുടങ്ങി. നിരന്തരം പരാജയപ്പെട്ട 65-ാം വയസ്സിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഇദ്ദേഹമാണ് ഹെർലാൻഡ് ഡേവിഡ് സാൻഡേഴ്സ്, KFCയുടെ സ്ഥാപകൻ. ഇന്ന് 123 രാജ്യങ്ങളിലായി 20,000-ലേറെ ഔട്ട്ലെറ്റുകൾ ഉള്ള, വർഷത്തിൽ $25 ബില്യൺ വരുമാനമുള്ള, ഓരോ ഔട്ട്ലെറ്റിലും ശരാശരി 350ഓളം ഓർഡർ ലഭിക്കുന്ന KFC ഉടമയുടെ ജീവിത ചരിത്രമാണിത്. ഏറെ വൈകിപ്പോയി എന്നുള്ള ചിന്ത ആർക്കും വേണ്ട. ചെയ്തതിനേക്കാൾ ഏറെ ചെയ്യാനിരിക്കുന്നു എന്ന ശരിയായ മനോഭാവം ഉണ്ടെങ്കിൽ പ്രായം ഒരു തടസ്സമേ അല്ല. മറ്റാരോ നട്ടുനനച്ചു വളർത്തിയ ഒരു ചെടിയും ഇന്നേ വരെ വൃക്ഷമായിട്ടില്ല. സ്വന്തം വേരുകൾ കൊണ്ട് വെള്ളം കണ്ടെത്തിയ ചെടികൾ മാത്രമേ ഇന്നേ വരെ വൻ വൃക്ഷങ്ങളായിട്ടുള്ളൂ എന്ന യാഥാർത്ഥ്യം ഇവിടെ അന്വർത്ഥമാവുകയാണ്. പരിശ്രമിക്കുക, ലക്ഷ്യബോധത്തിലേക്ക് എത്തുക, ലക്ഷ്യം കൈവരിക്കുക. അതായിരിക്കണം ഓരോ മനുഷ്യന്റെയും ചിന്ത.